മാഘമാസത്തിൽ മകം വരെയുള്ള മഹത്തായ ഉത്സവം മക മഹോത്സവം. മഹാമക മഹോത്സവം എന്ന പേരിലും ഇതറിയപ്പെട്ടിരുന്നു. മാമാങ്കം എന്ന പേരിലും. നമുക്കറിയാവുന്ന ചരിത്രം ചോരമണക്കുന്ന ഈ ചാവേർ ചരിത്രം മാത്രമാണ് മാമാങ്കത്തെക്കുറിച്ച്. അതേസമയം പരശുരാമന്റെ കാലം മുതൽ അതുവരെയുള്ള ഒരു ചരിത്രം നമുക്ക് അറിയാതെ പോയി എന്നുള്ള. കുംഭമേളയ്ക്ക് സമാനമായ മാഘമാസത്തിൽ 28 ദിവസം നീണ്ടു നിന്നിരുന്ന ദക്ഷിണ ഭാരതത്തിലെ പുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവവുമാണെന്ന് മനസ്സിലാവുകയാണ്. ദക്ഷിണ ഭാരതത്തിലെ പുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവവുമായ ഭാരതപ്പുഴയുടെ ഉത്സവം കുംഭമേള എന്ന രീതിയിൽ ലോകപ്രസിദ്ധമായി മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മഹർഷത്തോടെയാണ് ഭാരതപ്പുഴയുടെ ഈ മണൽപ്പരപ്പിൽ ഞാൻ ഇരിക്കുന്നത്. കഴിഞ്ഞ കാലത്തേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറ ചരിത്രം എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്ന് കടക്കുകയാണ്. 2014-15 കാലഘട്ടത്തിൽ തിരുനാവായ നിലപാട് തറയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുകയാണ്. ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മളൊക്കെ ചാവേറുകളുടെയും ചോരമണക്കുന്ന മാമാങ്കത്തിൻ്റെ കഥകളാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിതമായത് നിലപാട് തറയെക്കുറിച്ചുള്ള പഠനമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഇതൊരു വ്യാപാരോത്സവമാണ്, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. ഈ മാമാങ്കവുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് മാമാങ്കം കിളിപ്പാട്ടാണ്. കാടഞ്ചേരി നമ്പൂതിരിയാണ് അത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാമിൽട്ടൻ്റെ ചില കുറിപ്പുകളോട് കൂടിയിട്ട് മലബാർ കലക്ടറായിരുന്ന വില്യം ലോഗൻ മാമാങ്കത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. ഇളംകുളം കുഞ്ഞമ്പിള്ള എഴുതിയിട്ടുണ്ട്. AV ശ്രീകണ്ഠപൊതുവാൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല എഴുത്തുകാരും ആ ഒരു കാലഘട്ടത്തിലെ ആധാരമാക്കി മാമാങ്കത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവരൊന്നും ഇതിൻ്റെ അഗാധമായ കയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എന്താണ് യഥാർത്ഥ മാമാങ്കം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ എനിക്കൊരു അവസരം, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു അത്. അങ്ങനെ എന്നെ സഹായിച്ച ചില രേഖകളുണ്ട്. ഒന്ന്, എൻ്റെ തന്നെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ NM നമ്പൂതിരിയുടെ മാമാങ്കം രേഖകൾ. അത് മാമാങ്കത്തിനെ കുറിച്ച് പഠിക്കാൻ ഉതകുന്ന ആധികാരികമായ രേഖയാണ്. സാമൂതിരിയുടെ ഗ്രന്ഥശേഖരത്തിൽ അനവധി താളിയോല ഗ്രന്ഥങ്ങൾ സാമൂതിരിയുടെ ഗ്രന്ഥശേഖരത്തിലുണ്ട്. ഈ ഗ്രന്ഥശേഖരത്തിലെ മുഴുവൻ താളിയോലകളും മാവൂർ ഗോളിയർ റയോൺസിലേക്ക് പൾപ്പാക്കി മാറ്റാൻ വേണ്ടി വിൽപ്പന നടത്തിയിരിക്കുക. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കുറേ ലോറി, 1-2 ലോറി താളിയോല ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുപോയി അവശേഷിക്കുന്നത് കുറച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം, അദ്ദേഹം അവിടെ കയറി ചെല്ലുകയും മാമാങ്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, കുറേ രേഖകളൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, മാവൂർ ഗോളിയറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അവശേഷിക്കുന്ന കുറച്ച് രേഖയുണ്ട്, നിങ്ങൾ തിരഞ്ഞു നോക്കൂ. അങ്ങനെ തിരഞ്ഞു നോക്കുമ്പോഴാണ് മാമാങ്കത്തെ സംബന്ധിക്കുന്ന രേഖകൾ, കോഴിക്കോടൻ ഗ്രന്ഥവരി, ഇതൊന്നും പൾപ്പാക്കാൻ വേണ്ടി മാവൂർ ഗോളിയർ റയോൺസിലേക്ക് പോവാതെ കിടക്കുന്നുണ്ട്. ആരെയോ കാത്തു കിടക്കുന്നത് പോലെയായിരുന്നു ആ രേഖകൾ. അതെല്ലാം അദ്ദേഹം കളക്ട് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം അത് പുസ്തക രൂപത്തിൽ വള്ളത്തോൾ വിദ്യാപീഠം അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തെ ആധാരമാക്കി, അതുപോലെ തന്നെ 1810 അന്നത്തെ കോഴിക്കോട് സാമൂതിരി ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് എഴുതി കൊടുത്ത ഒരു കൈപ്പേത്ത്, ആ കൈപ്പേത്തിൽ എന്താണ് മാമാങ്കമെന്നും ആ മാമാങ്കത്തിലെ ഓരോ ദിവസവും നടക്കുന്ന ചടങ്ങുകൾ എന്താണെന്നും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിരുന്നു. അതും ഉപയുക്തമാക്കിക്കൊണ്ടാണ് ഈ മാമാങ്കത്തിന്റെ അടിസ്ഥാനം കണ്ടെത്തുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു വെട്ടും കുത്തും ഒരു യുദ്ധോത്സവമല്ല, ഇതൊരു വാണിജ്യോത്സവമല്ല, ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത്, ആധാരശില എന്ന് പറയുന്നത്, ഇത് കുംഭമേളയ്ക്ക് സമാനമായ മാഘമാസത്തിൽ 28 ദിവസം നീണ്ടു നിന്നിരുന്ന ദക്ഷിണ ഭാരതത്തിലെ പുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവവുമാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇത്
ഇതിൻ്റെ ഐതിഹ്യത്തിലേക്കാണ്. കാരണം ഈ മാമാങ്കത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് സംഘകാല രചനകളായ ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള ഐതിഹ്യത്തിലേക്കാണ്. ആ ഐതിഹ്യത്തിൽ ഭാരതപ്പുഴയുടെ ഉത്ഭവമടക്കം പറയുന്നുണ്ട്. അത് പരശുരാമൻ്റെ കാലത്താണ്, അത് ത്രേതായുഗത്തിലാണ് ഈ ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് ആധാരമായ ഐതിഹ്യം നടക്കുന്നത്. കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരശുരാമൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അത് ആനമുടിയിൽ വെച്ചാണ് യാഗം നടത്താൻ തീരുമാനിച്ചത്. അതായത് ഭാരതപ്പുഴയുടെ ഇന്നത്തെ വൃഷ്ടിപ്രദേശത്ത് സഹ്യപർവ്വത മലനിരകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആ യാഗത്തിൽ യജമാന പത്നിയായിട്ട് ബ്രഹ്മദേവനെ കൊണ്ട് യാഗം നടത്താനാണ് തീരുമാനിച്ചത്. അദ്ദേഹം യാഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി. ബ്രഹ്മദേവൻ യജമാന പത്നിയായിട്ട് നിശ്ചയിച്ചത് സരസ്വതി ദേവിയായിരുന്നു. ഈ യാഗത്തിൻ്റെ സമയത്ത് ദേവന്മാരും ഋഷീശ്വരന്മാരൊക്കെ എത്തിച്ചേർന്നു. ഈ യാഗത്തിൻ്റെ സമയത്ത് സരസ്വതി ദേവി അവിടെ എത്തിച്ചേർന്നില്ല, നേരം വൈകി. ഈ സമയത്ത് കൃത്യസമയത്ത് യാഗം നടക്കുകയും വേണം. ഈ സമയത്ത് ഗായത്രി ദേവിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗായത്രി ദേവിയെ യജമാന പത്നിയാക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ യാഗം ആരംഭിക്കുമ്പോഴാണ് സരസ്വതി ദേവി അവിടേക്ക് ഓടി വരുന്നത്. അവിടെ എത്തിയപ്പോൾ കണ്ടത് തൻ്റെ സ്ഥാനത്ത് ഗായത്രി ദേവിയെ ഇരുത്തി യാഗം നടക്കുന്നതാണ്. ക്ഷുഭിതയായ സരസ്വതി ദേവി ഗായത്രി ദേവിയെ ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ഗായത്രി ദേവിയാകട്ടെ ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഗായത്രി ദേവിയും തന്നെ അനാവശ്യമായി ഒരു കാര്യകാരണവുമില്ലാതെ ശപിച്ചല്ലോ എന്നതിൽ അവരും ഗായത്രി ദേവിയും ക്ഷുഭിതയായി. തുടർന്ന് സരസ്വതി ദേവിയോടും ദേവിയും ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ഇതോടുകൂടി യാഗം അലങ്കോലപ്പെട്ടു, യാഗം മുടങ്ങി. തുടർന്ന് ദേവന്മാരും ഋഷീശ്വരന്മാരും എല്ലാം ചേർന്ന് ശാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടു. ശാപം ഫലിക്കും, അത് തീർച്ചയാണ്. അങ്ങനെയാണ് രണ്ട് ദേവിമാരും അവരുടെ അംശങ്ങൾ മാത്രം നദിയായി ഒഴുകാൻ തീരുമാനിച്ചു. ശചി തുടങ്ങിയ ദേവപത്നിമാർ ഉപനദികളായി ഈ നദിയിൽ ചേരാനും തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഈ നദിയുടെ ഉത്ഭവം. ഈ നദിക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പേര് പേരാറ്, പ്രതീജി, ഇങ്ങനെ രണ്ട് പേരുകളിലാണ് ഈ ഭാരതപ്പുഴ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് മുടങ്ങിയ യാഗം പൂർത്തിയാക്കിയത് നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിറകുവശത്തെ പ്രദേശം എന്ന് പറയുന്നത് പഴയകാല ഗോവർദ്ധനപുരമാണ്. ഈ ഗോവർദ്ധനപുരത്തിൻ്റെ വിസ്തൃതി പൊന്നാനി മുതൽ ഗുരുവായൂർ വരെയാണ്. അത്രയും വിസ്തൃതിയിലുള്ള ഗോവർദ്ധനപുരത്ത് ഈ പ്രതീജിയുടെ തീരം പൂർണ്ണമായും വനമായിരുന്നു. അതിൻ്റെ ആധാരമായ തെളിവുകൾ ഈ തവനൂർ എന്ന് പറയുന്ന ഈ പ്രദേശം പഴയകാലത്ത് താപസന്നൂരായിരുന്നു. തപസ്സികളെല്ലാം ഈ നദീതീരത്താണല്ലോ ഉണ്ടാവുക. അപ്പോൾ താപസന്നൂരായിരുന്നു. ജൈനമുനിമാർ ഉൾപ്പെടെയുള്ള അനേകം മുനിമാർ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും അവർ നിരന്തരമായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അവർ തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് വാമൊഴി ചരിത്രമായി നിലനിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ട് പടിഞ്ഞാറുള്ള പ്രദേശം കാടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലവും നരിപ്പറമ്പ് എന്ന സ്ഥലവുമാണ്. കാടഞ്ചേരി നമുക്കറിയാം, കാട്ടുനിവാസികൾ വസിക്കുന്ന പ്രദേശം. നരിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ വനത്തിലുള്ള മൃഗങ്ങൾ വസിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായും പഴയ കാലത്ത് വനപ്രദേശമായിരുന്നു. അങ്ങനെ ഈ താപസന്നൂരിലാണ് ആനമുടിയിൽ മുടങ്ങിയ യാഗം പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതൊരു മാഘമാസത്തിലായിരുന്നു. 28 ദിവസം നീണ്ടു നിന്നതായിരുന്നു ആ യാഗം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്ത് കാണുന്ന ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം 4 മുഖത്തോടു കൂടിയ ലോകത്തെ ഏക ക്ഷേത്രമാണത്. ബ്രഹ്മാവിൻ്റെ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് യാഗകുണ്ഠം ഉണ്ടായിരുന്നത്. ആ യാഗകുണ്ഠം നിന്നിരുന്ന സ്ഥലത്താണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെ വിഗ്രഹം യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവാണ്. തൊട്ടപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട്. അപ്പം ഈ 28 ദിവസവും യാഗത്തിൻ്റെ സവിശേഷത കാരണം ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം ഈ പ്രതീജിയിൽ അഥവാ പേരാറിൽ ഉണ്ടായതായി തിരിച്ചറിഞ്ഞത് പരശുരാമനാണ്. പരശുരാമൻ ജനങ്ങളോട് പറഞ്ഞു, അത്യന്തം സവിശേഷമായ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ യാഗത്തിന്റെ സവിശേഷത കാരണം ഗംഗ തുടങ്ങിയ സപ്തനദികളുടെ പ്രവാഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ മാഘമാസത്തിലും 28 ദിവസം നീണ്ടു നിന്നതായിരുന്നു യാഗം. എല്ലാ മാഘമാസത്തിലും 28 ദിവസം സപ്തനദികളുടെ പ്രവാഹം ഇവിടെ ഉണ്ടായിരിക്കും. ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷത ഉള്ളത് കൊണ്ട് ഈ 28 ദിവസവും നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന്
ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത് പരശുരാമനാണ് എന്നാണ് ഐതിഹ്യം. ഇതൊരു ഐതിഹ്യമാണെങ്കിൽ പോലും ഇതിനകത്ത് ശക്തമായ ഒരു സന്ദേശമുണ്ട്. ഈ കാലഘട്ടത്തിലും പ്രസക്തിയുള്ള സന്ദേശം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, പ്രകൃതിയെ പൂജിക്കുക എന്നുള്ളതാണ്. കുറെ കൂടി നമ്മൾ ആത്മീയമായ വശത്തിലേക്ക് ഈ സന്ദേശത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പ്രകൃതി അമ്മയാണ്, പരാശക്തിയാണ്. അവിടെ ഒരു ദേവ ചൈതന്യത്തിന്റെ സൂചനയും നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ പരശുരാമന്റെ കാലം മുതൽ ആരും നടത്താതെ 28 ദിവസവും പല ഭാഗങ്ങളിൽ നിന്നും വന്ന് ഇവിടെ സ്നാനം ചെയ്തു പോയിരുന്നു. പരശുരാമന്റെ കാലം മുതൽ ആരും നടത്തിയിരുന്നില്ല ഈ ഉത്സവം. 28ാമത്തെ ദിവസം വലുതായ രീതിയിൽ ഉത്സവം നടത്തും. അതുകൊണ്ടാണ് മക മഹോത്സവം എന്നാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ പറയുന്നത്. മാഘമാസത്തിൽ മകം വരെയുള്ള മഹത്തായ ഉത്സവം മക മഹോത്സവം. മഹാമക മഹോത്സവം എന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു. മാമാങ്കം എന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു. ഇതിനൊരു നടത്തിപ്പിന്റെ സ്വഭാവം ഉണ്ടായത് BC 113 തവനൂരിൽ തന്നെ ഒരു വെള്ളമന എന്ന പേരിൽ ഒരു മനയുണ്ട്. ശങ്കരാചാര്യ സ്വാമികളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു മനയാണ്. ഞാനിരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് മർഗരയിൽ പടിഞ്ഞാറ് ഭാഗത്ത് വാൽപ്പറമ്പ് എന്നൊരു പറമ്പ് കാണാം. ആ പറമ്പിന്റെ യഥാർത്ഥ പേര് വാൾപ്പറമ്പ് എന്നാണ്. BC 113 നമ്പൂതിരിമാരുടെ ഭരണ സംവിധാനത്തിൽ ഒരു തലവൻ വേണമെന്ന്, ഒരു ഭരണാധികാരി വേണമെന്ന് ആ കാലത്തെ നമ്പൂതിരിമാർ തീരുമാനിക്കുകയും വാൽപ്പറമ്പിൽ വെച്ച് ആ അധികാരിയെ തെരഞ്ഞെടുക്കുകയാണ്. ആ അധികാരിയുടെ പേര്, ആ സ്ഥാനം വാൾനമ്പി എന്നായിരുന്നു. ആദ്യകാലത്ത് വാൾനമ്പിയുടെ കാലം 3 വർഷവും പിന്നെ 5 വർഷവുമായിരുന്നു. അപ്പൊ ഈ 3 വർഷവും 5 വർഷവും വാൾനമ്പിയെ തെരഞ്ഞെടുക്കുന്നത് ഈ മാഘമാസത്തിലാണ്. അപ്പോൾ 3ാമത്തെ വർഷം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് നടത്താൻ നേതൃത്വം നൽകുന്നത് വാൾനമ്പിയാണ്. 5ാമത്തെ വർഷമായപ്പോൾ 5ാമത്തെ വർഷം ഈ വാൾനമ്പിയാണ് നേതൃത്വം കൊടുക്കുക. അങ്ങനെയാണ് ഇതിനൊരു നടത്തിപ്പിന്റെ സ്വഭാവം വന്നത്. ഈ 3 വർഷവും 5 വർഷവും അല്ലാത്ത സമയത്ത് ആരും നടത്താതെ ഈ നദിയിൽ സ്നാനം ചെയ്ത് സപ്തനദികളിൽ സ്നാനം ചെയ്ത ഫലം അനുഭവിച്ച് ജനങ്ങൾ പോയിരുന്നു. പിന്നീടാണ് പെരുമാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. അതും ഈ വാൽപ്പറമ്പിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. നിലപാട് തറ, അടുത്ത കാലം വരെ നിലപാട് തറ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന നിലപാട് തറയല്ല. അത് 108 ശിവാലയങ്ങളിൽ ഒന്നായ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തറയും അതുപോലെ തന്നെ തീർത്ഥക്കിണറും വളച്ചു കെട്ടി ഒരു തറയുണ്ടാക്കി ഇതാണ് നിലപാട് തറ എന്ന് സർക്കാരും പുരാവസ്തു വകുപ്പും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗവൺമെന്റിനെതിരെ പ്രതി ചേർത്ത് 2021 കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒടുവിലെ പെരുമാൾ കൊച്ചി രാജവംശജനായ തൃപ്പൂണിത്തുറയിലെ രാമവർമ്മയാണ്. രാമവർമ്മ 24 വർഷം പെരുമാളായിരുന്നിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം 2 മാമാങ്കങ്ങളും അദ്ദേഹം നടത്തി. ഭാരതപ്പുഴയുടെ ഉത്സവം 2 തവണ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒടുവിൽ സന്യാസം സ്വീകരിച്ച സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേരിൽ അദ്ദേഹം രാജഭാരമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പോവുകയാണ്. ഈ ഒരു സമയത്ത് ഈ ഭാരതപ്പുഴയുടെ ഉത്സവം നടത്താനുള്ള അധികാരം കൊടുക്കുന്നത് വള്ളുവ കോനാതിരിക്കാണ്. വള്ളുവ കോനാതിരി 100 വർഷത്തിൽ 8 മാമാങ്കങ്ങൾ ആണ് നടത്തിയത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമുക്കറിയാം, നമുക്ക് തൊട്ട് പിന്നിലുള്ള ഈ പ്രദേശം ഗോവർദ്ധനപുരമാണ്. ഈ ഗോവർദ്ധനപുരം ആക്രമിക്കാൻ വരുന്നു എന്ന് അവിടുത്തെ നമ്പൂതിരി രാജാവായ തിരുമനശ്ശേരി രാജാവ് സാമൂതിരിയെ അറിയിക്കുകയാണ്. ഈ രാജ്യത്തെ രക്ഷിക്കണം, ഇവിടെ വള്ളുവനാട് രാജാവ് ഈ രാജ്യം ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാമൂതിരി രാജാവ് കോഴിക്കോട്ട് നിന്നും സൈന്യവുമായി പൊന്നാനിയിലെത്തുകയും അവിടെ തൃക്കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തൃക്കാവ് ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്, അവിടെ ഒരു കോവിലകമൊക്കെ ഉണ്ട്. ആ കോവിലകത്ത് താമസിക്കുകയാണ്. ഈ സമയത്ത് തിരുമനശ്ശേരി രാജാവാകട്ടെ തൻ്റെ എല്ലാ അധികാരങ്ങളും ഈ സാമൂതിരിക്ക് അടിയറവ് പറയുക. സാമൂതിരി എന്ത് പറയുന്നുവോ അത് കേൾക്കുക എന്ന ഒരു അജ്ഞാനുവർത്തിയായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മാമാങ്ക കാലത്ത് സാമൂതിരി പറയുകയാണ്, ഇത്രയും ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്, ഈ ഉത്സവം നടത്താനുള്ള അധികാരം എനിക്ക് കിട്ടണം. സാമൂതിരിയുടെ ആജ്ഞാനുവർത്തിയല്ലേ. തിരുമനശ്ശേരി രാജാവ് തൻ്റെ ചാത്തിര സംഘങ്ങളെ അയച്ച്, ചാത്തിര സംഘം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സൈന്യമാണ്, വള്ളുവ കോനാതിരിയെ അരിഞ്ഞു വീഴ്ത്തി ഈ ഉത്സവം നടത്താനുള്ള, ഈ മഹത്തായ ഉത്സവം നടത്താനുള്ള അധികാരം സാമൂതിരിക്ക് നേടിക്കൊടുക്കുകയാണ്. അങ്ങനെയാണ് സാമൂതിരിക്ക് ഇത് കിട്ടുന്നത്.
അപ്പോൾ വള്ളുവനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു അഭിമാന പ്രശ്നമായി മാറി. തങ്ങളുടെ രാജാവിനെ വധിച്ച് ഈ മാമാങ്കം നടത്താനുള്ള അധികാരം പിടിച്ചടക്കിയ ആ സാമൂതിരിയെ വധിച്ച് മാമാങ്ക മഹോത്സവം നടത്താനുള്ള അധികാരം വള്ളുവനാട്ടിലേക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് ചാവേറുകൾ പുറപ്പെടുകയാണ്. നമുക്കറിയാവുന്ന ചരിത്രം ചോരമണക്കുന്ന ഈ ചാവേർ ചരിത്രം മാത്രമാണ് മാമാങ്കത്തെക്കുറിച്ച്. അതേസമയം പരശുരാമന്റെ കാലം മുതൽ അതുവരെയുള്ള ഒരു ചരിത്രം നമുക്ക് അറിയാതെ പോയി എന്നുള്ളതാണ്.